സെക്രട്ടേറിയറ്റിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ച് അക്രമാസക്തമായിട്ടുണ്ട്. ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, സമരം അവസാനിക്കാറായിട്ടുണ്ടോ? പോലീസ് പ്രവർത്തകർക്ക് നേരെ ബലം പ്രയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാഴ്ച. നവല പ്രതിഷേധക്കാർ ഇപ്പോഴും വിജയിച്ചു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. പോലീസും പ്രവർത്തകരും മുഖാമുഖം നിന്ന് പോർവിളിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. പോലീസിന് നേർക്കുമ്പിൽ നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ പോലീസ് വാഹനത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തക ഭാഗത്ത് നിന്ന് കല്ലേറുപടി ഉണ്ടായിട്ടുണ്ട്. 2 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. തൃശൂർ കുന്നംകുളം മണ്ഡലം പ്രസിഡന്റായിരുന്ന സുജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ദൃഢമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായിട്ട് യൂത്ത് കോൺഗ്രസ് ഭരണ കേന്ദ്രങ്ങളിലേക്കും പോലീസ് ആസ്ഥാനത്തേക്കുമൊക്കെ വലിയ പ്രതിഷേധം നടത്തുന്നത്. അതിന്റെ ദിവസങ്ങളാണ് അല്പസമയം മുമ്പ് തിരുവനന്തപുരം മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വന്നത്. ആദ്യം സമാധാനപരമായി പ്രതിഷേധിച്ച പ്രവർത്തകർ പിന്നീട് പോലീസിന് നേതൃത്വത്തിൽ നിന്നുകൊണ്ട് പോലീസിനെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏരിയ തോതിൽ ചെറിയ ഉന്തും തള്ളുമുണ്ടാവുകയായിരുന്നു. പിന്നെ ഉന്തള്ളും ഉണ്ടായതിന് പിന്നാലെ പോലീസ് പ്രവർത്തകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തള്ളും ഉണ്ടാകുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെ വീണ്ടും പ്രതിഷേധക്കാർ ബാരിക്കേഡ് മുമ്പിലേക്ക് വരികയും പ്രതിഷേധക്കാർ പോലീസിന്റെ ജലപീരങ്കി വാഹനത്തിന് നേരെ കല്ലെടുത്ത് എറിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ ഇവിടുന്ന് മാറ്റിപ്പിടിക്കുകയാണ് ചെയ്തത്. പക്ഷേ പ്രവർത്തകർ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. ആഭ്യന്തര വകുപ്പ് പോലീസിനെ കയറി പിടിക്കുകയാണ്. സാധാരണക്കാരെ സംരക്ഷിക്കേണ്ട പോലീസ് ഇപ്പോൾ പ്രതിഷേധം മറ്റു തരത്തിലേക്ക് വഴിമാറുന്നു എന്നുള്ളതാണ്. കാരണം സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ച് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പ്രവർത്തകർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടന്നു കയറിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സെക്രട്ടേറിയറ്റ് മുമ്പിലേക്ക് കടന്നു കയറി അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു സംഘർഷപരമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥികൾക്ക് തെരുവ് യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാടി കയറിയിട്ടുണ്ട്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്.
പ്രവർത്തകരും പോലീസും തമ്മിൽ അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ വലിയ പ്രതിഷേധം പോലീസ് ചേർക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടറിയേറ്റിന് ഉള്ളിലേക്ക് സെക്രട്ടറിയേറ്റ് കോമ്പൗണ്ടിലേക്ക് കടന്നു കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് തടയാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സെക്രട്ടറിയേറ്റിലേക്ക് വന്നത്. തിരുവനന്തപുരം നഗരം ഒരു തെരുവ് യുദ്ധത്തിലേക്ക് വഴിമാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ അത് വഴിയൊരുങ്ങുന്നതാണ് ഈ ദൃശ്യങ്ങൾ ഈ പ്രതിഷേധങ്ങൾ മനസ്സിലാവുന്നത്. കാരണം ആദ്യം സമാധാനപരമായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിന്നീട് പോലീസ് വാഹനത്തിൽ കഴിയുന്നു, പോലീസുമായിട്ട് തർക്കമുണ്ടാകുന്നു. അങ്ങനെ പലയിടങ്ങളിലായിട്ട് സെക്രട്ടറിയേറ്റിന്റെ വിവിധ ഇടങ്ങളിലായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസ് തമ്മിൽ കണ്ടിട്ടുണ്ടാകില്ല. വാഹനങ്ങളടക്കം നിർത്തേക്ക് വേണ്ടിയിട്ടുണ്ട്. പ്രവർത്തകരെയും മാറ്റാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പ്രവർത്തകരെ ഒന്ന് മാറ്റാൻ ശ്രമം പോലീസ് നടത്തിയാലൊക്കെ പ്രവർത്തകർ അതിന് വളരുന്നില്ല. ഒരു ഭാഗത്ത് നിന്ന് പ്രവർത്തകർ ഉള്ളിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ വെല്ലുവിളികൾ ഉണ്ടാകുന്നു. കാരണം ഒരു തരത്തിലും പ്രവർത്തകർ ഒരു സംഘർഷ സാഹചര്യം തന്നെ ഒരുപക്ഷെ